ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്റോഗ്രാം ആവർത്തിച്ചതുരം എങ്ങനെ വരയ്ക്കുക എന്ന് പഠിച്ചു. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 25 സ്ത്രീകളും 23 പുരുഷന്മാരും ഓട്ടമത്സരം പൂർത്തിയാക്കാനെടുത്ത സമയമാണ് താഴെ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിക്കുന്ന ആവർത്തിച്ചതുരങ്ങൾ വെവ്വേറെ വരയ്ക്കാൻ. അതായത് മെന്നിനെയും വുമണിനെയും സംബന്ധിക്കുന്ന ഹിസ്റ്റോഗ്രാം എന്താക്കണം, സെപ്പറേറ്റ് ആയിട്ട് വരക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ നമ്മൾ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഈ തന്നിട്ടുള്ള ഈ ഒരു ക്ലാസ് ആണല്ലേ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ടൈമാണ് കൊടുക്കുക. ടൈം ഇൻ സെക്കൻഡ്സിലാണ്. ആൻഡ് നമ്മൾ ഈ ഒരു വൈ ആക്സിസിലോ നമ്പേഴ്സാണ് കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് ഫസ്റ്റ് നമുക്ക് വുമണിനെ സംബന്ധിക്കുന്നതാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ നമ്പർ ഓഫ് വുമണ് നമുക്ക് വൈ ആക്സിസിലും കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് 0 ഉണ്ടാവും. ഇനി ഈ ഒരു റേഞ്ച് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്കുണ്ട് 30, 40, 40 to 50 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 10 അല്ലേ? അപ്പോൾ നമുക്ക് 10, 20 അങ്ങനെ കൊടുക്കാം. 10, 20, 30 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ടൈം എന്നുള്ള ഈ എക്സ് ആക്സിൽ നമുക്കത് കൊടുക്കാം. ഈ വൈ ആക്സിസിലോ നമ്മൾക്ക് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 വരെയല്ല നമുക്കിവിടെ മാക്സിമം ഉള്ളൂ അല്ലേ? നമുക്ക് 8 വരെ മതി. ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. നമുക്കിവിടെ തന്നിട്ടുണ്ട് 30 to 40 സെക്കൻഡ്സ് ടൈം എടുക്കുന്ന 2 സ്ത്രീകളാണുള്ളത്, 2 വിമണാണുള്ളത്. അപ്പോൾ 30 to 40 ഈ ഒരു റേഞ്ചിൽ വരുന്ന 2 പേരാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കും? ഇങ്ങനെ വരക്കും. എന്നിട്ട് 2ന് നേരെ ഇങ്ങനെ വരക്കൂലേ? ഇതാ 30 to 40 റേഞ്ചിൽ വരുന്ന 2 വിമണാണ് ഉള്ളത്. ഇനി 40 to 50 എന്നുള്ള റേഞ്ചിൽ വരുന്ന 6 വിമണുണ്ട്. അപ്പോൾ നമ്മൾ 6ന് നേരെ വരക്കണം. 6ന് നേരെ ഇങ്ങനെ വരക്കും അല്ലേ? ഇതിപ്പോൾ ഞാൻ സ്കെയിലൊന്നും ഇല്ലാതെ നേരെ വരക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നത്. നിങ്ങൾ വരക്കുമ്പോൾ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് വരക്കണം. ഈ ഒരു ഗ്യാപ്പൊക്കെ, ഈ ഒരു ക്ലാസ് വിഡ്ത്തൊക്കെ കറക്റ്റ് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, നല്ല നീറ്റിൽ വരക്കണം. ഇനി 50 to 60 എന്നുള്ള ഒരു ടൈം സെക്കൻഡ്സ് എത്ര സ്ത്രീകളാണുള്ളത്, എത്ര വിമൺ ഉണ്ട്? 8 പേരുണ്ടല്ലേ? അപ്പോൾ നമ്മൾ 8ന് നേരെ ഇങ്ങനെ വരക്കും. 50 to 60 ഈ ഒരു റേഞ്ചിലുള്ള 8 പേരുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റോ 60 to 70 എന്നുള്ള ഒരു റേഞ്ചിൽ വരുന്ന എത്ര പേരാണുള്ളത്? 5 പേരാണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ 5 ഇതാണ് ഇവിടെയാണ്. അപ്പോൾ 5ന് നേരെ ഇങ്ങനെ വരക്കും അല്ലേ? നെക്സ്റ്റോ 70 to 80 എന്നുള്ളൊരു റേഞ്ചിൽ വരുന്ന 4 സ്ത്രീകളാണുള്ളത്. അപ്പോൾ 4 ഇതാ ഇവിടെ. അപ്പോൾ നമ്മൾ 4ന് നേരെ ഇങ്ങനെ വരക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് വിമണിനെ സംബന്ധിക്കുന്ന ഹിസ്റ്റോഗ്രാമാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് മെന്നിൻ്റെ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിസിൽ ടൈം ആയിരുന്നു, സെക്കൻഡ്സിലാണ് ടൈം പറയണത്. ഇവിടെ ആണെങ്കിലോ നമ്പർ ഓഫ് മെന്ന് വരും അല്ലേ? എത്ര പുരുഷന്മാരുടെ എണ്ണമാണ് വരുന്നത്. ഇവിടെ നമ്മൾ 10, 20 എന്നുള്ള റേഞ്ചായിരുന്നു എടുത്തിരുന്നത് അല്ലേ? വൈ ആക്സിസിലോ നമ്പർ ഓഫ് മെൻ ആകുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 വരെ കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം മെന്നിൻ്റെ വരക്കാം. 30 to 40 ടൈം, അത്ര സെക്കൻഡ് ടൈം എടുക്കുന്ന 3 പുരുഷന്മാരാണുള്ളത്. 30 to 40 ഈ ഒരു റേഞ്ചിൽ വരുന്ന എത്ര പുരുഷന്മാരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കും. നെക്സ്റ്റ് 40 to 50 എന്നുള്ള ക്ലാസ്സിൽ വരുന്ന 7 പുരുഷന്മാരാണുള്ളത്. അപ്പോൾ ഇവിടെ 7, 7 വരുന്നു. അപ്പോൾ നമ്മൾ 7ൻ്റെ നേരെ ഇങ്ങനെ വരക്കും അല്ലേ? ഓക്കെ അല്ലേ? ഇനി 50 to 60 ഈ ഒരു റേഞ്ചിൽ വരുന്ന, ഈ ഒരു ക്ലാസ്സിൽ വരുന്ന 5 പുരുഷന്മാരാണുള്ളത്. അപ്പോൾ നമ്മൾ 5ൻ്റെ നേരെ ഇങ്ങനെ വരക്കും ഈ ഒരു റേഞ്ചിൽ അല്ലേ? ഇനി 60 to 70 എന്ന് വരുന്ന ടൈം വരുന്ന, അത്ര സെക്കൻഡ് ടൈം വരുന്ന 5 പേര് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കും. നെക്സ്റ്റോ 70 to 80 എന്നുള്ള ഒരു ടൈം, അത്ര സെക്കൻഡ് ടൈം എടുക്കുന്ന, ഈ ഒരു റേഞ്ചിൽ ടൈം എടുക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? 3 പുരുഷന്മാരുണ്ട്. അപ്പം 3 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3ന് നേരെ ഇങ്ങനെ വരച്ചിട്ട് അത് ജോയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മെന്നിനെ സംബന്ധിക്കുന്ന ഹിസ്റ്റോഗ്രാം ഇങ്ങനെ വരും. ആൻഡ് വുമൻസിൻ്റെ ഹിസ്റ്റോഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയി വരച്ചു അല്ലേ? ഇനി നമുക്ക് ഇത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? നമുക്ക് ദ വെയ്റ്റ് ഓഫ് 45 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ലിസ്റ്റഡ് ബിലോ. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ ഭാരമാണ് കിലോഗ്രാമിലാണ് ഈ തന്നിട്ടുള്ളത് അല്ലേ? ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം എന്തുണ്ടാക്കണം? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കും വേണം. ആദ്യം ആവർത്തി പട്ടിക ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എന്താക്കാൻ? ആവർത്തിച്ചതുരം വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് വെയ്റ്റ് ഇവിടെ നമുക്ക് ക്ലാസ് ആക്കി മാറ്റണം അല്ലേ?
അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 31 ഉണ്ട്. ഏറ്റവും ചെറുതായിട്ട് ഇവിടെ 31 30-ന് താഴോട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 30-ൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 30 to 40. ഇനി ഇവിടെ ഏറ്റവും വലുതായിട്ടുള്ളത് ഏതാണ്? 75 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 40 to 50, 50 to 60, 60 to 70. 70 to 80 ഒന്നും വേണം, കാരണം നമുക്ക് 75 ഉണ്ടല്ലേ. അപ്പോൾ 70 to 80. ഇനി നമുക്ക് ടാലി മാർക്സ് ഇടണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് 30 to 40 ഈ ഒരു വെയിറ്റ് ഇത്ര കിലോഗ്രാമിനുള്ളിൽ വരുന്ന എത്ര പേരുണ്ട് നോക്കണം. അപ്പോൾ 41 ഇവിടെ വരും, 31 ആണെങ്കിൽ ഇവിടെ വരും, 48 ഇവിടെ വരും. നെക്സ്റ്റ് 34 ഈ ഒരു ക്ലാസ്സിൽ വരും, 75 ഈ ഒരു ക്ലാസ്സിൽ വരും, 70 to 80 എന്നുള്ളതിൻ്റെ ഇടയിൽ. ഇനി 39 ഇതാ ഈ ഒരു ക്ലാസ്സിലല്ലേ വരിക. നെക്സ്റ്റോ 45 ഏത് ക്ലാസ്സിലാണ് വരുന്നത്? 45 നമുക്ക് ഈ ഒരു ക്ലാസ്സിലല്ലേ വരിക. ഇനി 41 ഏത് ക്ലാസ്സിലാണ് വരിക? 41 നമുക്ക് ഇവിടെ വരും. ആൻഡ് 55 നമുക്ക് ഇവിടെ വരും, ഈ ഒരു 50 to 60 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ വരൂലേ. ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഞ്ചിൽ വരുന്ന, ഈ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന 3 പേരും ഈ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന 13 പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ 13 പേരെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലേ ടാലി മാർക്സ് ചെയ്താൽ. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് 13 തന്നെ ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കറക്റ്റ് തന്നെ അല്ലേ എന്ന്. ഓക്കെ, ഇനി 50 to 60 എന്നുള്ള ഈ ഒരു ക്ലാസ്സിൽ വരുന്ന 18 പേരാണ് ഈ ഒരു തന്നിട്ടുള്ള ഈ ഡാറ്റയിൽ ഉണ്ടാവുക. ഞാൻ മിസ്സ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണത്. നിങ്ങൾ എന്താക്കണം, ഒക്കെ കൗണ്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ. ഓക്കെ, 18 പേരാണ് ഉണ്ടാവുക. ഇനി 60 to 70 എന്നുള്ള ഈ ക്ലാസ്സിൽ വരുന്ന എത്ര പേരാണുള്ളത്? 10 പേരാണുള്ളത്. ഇനി 70 to 80 വരുന്ന ഇത്ര ഭാരം വരുന്ന ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. 70 to 80 എന്നുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ഭാരം വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് 3 ആണ്, ഇവിടെ 13 ആണ്, ഇവിടെ 18 ആണ്, ഇനി ഇവിടെ 10 ആണ്, ഇവിടെ 1 ആണ്. ഇനി നമുക്കപ്പോൾ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് കിട്ടി. ആവർത്തി പട്ടിക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ആവർത്തി പട്ടിക നമ്മൾ തയ്യാറാക്കി. ഇനി നമുക്ക് ആവർത്തി ചതുരം വരക്കണം, ഹിസ്റ്റോഗ്രാം വരക്കണം. അതെങ്ങനെ വരക്കും നമുക്കിവിടെ 0 ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുക? വെയിറ്റ് ആണല്ലേ. ഭാരം നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കും, ഇൻ കിലോഗ്രാമിലാണ്. ആൻഡ് ഇവിടെ നമ്പറാണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ, എത്ര കുട്ടികൾക്ക് ആ ഒരു ഭാരം ഉണ്ട് എന്നാണ് നമ്മൾ ഈ വൈ ആക്സിസിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഇടയിലുള്ള ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 10 അല്ലേ. അപ്പോൾ നമുക്ക് 10, 20 അങ്ങനെ കൊടുക്കാം അല്ലേ. 10, 20, 30, 40, 50, 60, 70, 80 അങ്ങനെ കൊടുക്കാം അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വൈ ആക്സിസിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ള ഈ ഒരു ഗ്യാപ്പ് നമ്മൾ എങ്ങനെ കൊടുക്കും? നമുക്ക് ഇവിടെ 18 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1, 2, 3 എന്ന് കൊടുക്കാതെ നമുക്ക് 2, 4 അങ്ങനെ കൊടുക്കാം. 6, 8, 10, 12, 14, 16, 18, 20 ഇങ്ങനെ കൊടുത്തു അല്ലേ. ഇനി നമ്മളെങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക? നമുക്കിവിടെ ഉണ്ട് 30 to 40 ഇത്ര കിലോഗ്രാം വെയിറ്റ് വരുന്ന എത്ര പേരാണുള്ളത്? 3 പേരാണുള്ളത്. 30 to 40 ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു റേഞ്ചിൽ വരുന്ന 3 പേരുണ്ട്. അപ്പോൾ 3 എന്ന് വരുമ്പം ഈ 2ൻ്റെയും 4ൻ്റെയും കൂടെയും കറക്റ്റ് സെൻട്രലായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഇങ്ങനെ വരക്കും അല്ലേ. ഇനി നെക്സ്റ്റോ 40 to 50 എന്ന് വരുന്ന 13 പേരാണുള്ളത്. അപ്പോൾ 13 നമുക്കിതാ 12ൻ്റെയും 14ൻ്റെയും കറക്റ്റ് സെൻട്രലായിട്ടാണ് വരിക 13. അപ്പോൾ നമ്മൾ എന്താക്കും? ആ 13ന് നേരെ നമ്മൾ വരക്കുമല്ലേ, ഇങ്ങനെ വരും. 40 to 50 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ 13 പേരാണുള്ളത്. ഇനി 50 to 60 എന്നുള്ള അതിൻ്റെ ഇടയിൽ വെയിറ്റ് വരുന്നത്, അത്ര കിലോഗ്രാമിൻ്റെ ഇടയിൽ വെയിറ്റ് വരുന്ന 18 പേരുണ്ട്. അപ്പോൾ 18ൻ്റെ നേരെ നമ്മൾ വരക്കണം. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരക്കുമ്പോൾ കറക്റ്റ് നേരെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഞാനിങ്ങനെ നേരെ വരക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോണത്. ഓക്കെ, ഇനി 60 to 70 എന്നുള്ള ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടാവും? 10 പേരാണല്ലേ ഉള്ളത്. അപ്പോൾ ഇതാ ഇവിടെ 10 എവിടെയാണ്? ഇതാ 10ന് നേരെ ഇങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് 70 to 80 ഈ 70ൻ്റെയും 80ൻ്റെയും ഇടയിൽ കിലോഗ്രാം, അത്ര കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും? 1 എന്ന് വരുമ്പോൾ 0ൻ്റെയും 2ൻ്റെയും കറക്റ്റ് സെൻട്രലായിരിക്കും 70 to 80 എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ളതിന് ഹിസ്റ്റോഗ്രാമും വരച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി ഹിസ്റ്റോഗ്രാമും വരച്ചു, ആവർത്തി ചതുരം ഉണ്ടാക്കി ആവർത്തി പട്ടിക നമ്മൾ വരച്ചു കഴിഞ്ഞു.
ഇത് ഓക്കെ ആണല്ലോ, ഇതൊക്കെ ഈസി അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര ഈസി ആണല്ലേ? നമുക്ക് ആകെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്, പിന്നെ ഒരു ഹിസ്റ്റോഗ്രാമുമാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.